ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബീഡഡ് വർക്കാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകേണ്ടത് കേട്ടോ. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ബീഡഡ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബീഡഡ് വർക്ക് വന്നിട്ട് നമുക്ക് നെക്ലേസിൽ ചെയ്യാം, ബ്രേസ്ലെറ്റിൽ ചെയ്യാം, പിന്നെ ഇയറിങ്സ് ആയിട്ട് ചെയ്തെടുക്കാം, പിന്നെ നമ്മുടെ ഹെയർ ആക്സസറി, ഹെയർ ബാൻഡിൽ ചെയ്യാം. അങ്ങനെ കുറേ ഡിസൈനിൽ നമുക്ക് രീതിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തുടക്കക്കാരൊക്കെ നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ, അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെന്താ, എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു ഷുഗർ ബീഡ്സ് വേണം, പിന്നെ നമ്മുടെ റെയിൻബോ ബീഡ്സ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഷൈനിങ് തരുന്ന ബീഡ്സാണ് ഈ റെയിൻബോ ബീഡ്സ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബീഡ്സാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് നൈലോൺ ത്രെഡ് വേണം. നമ്മുടെ നൈലോൺ ത്രെഡിലാണ് ഈ ഒരു വർക്കൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെന്താ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ക്ലിപ്പിലാണ് നിങ്ങൾക്കിത് ചെയ്ത് തരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കൊരു ബ്രേസ്ലെറ്റിൽ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു ഡിസൈനിൽ നമുക്കൊരു വേറൊരു വർക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വർക്ക് ഞാൻ ക്ലിപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പാണെങ്കിൽ ക്ലിപ്പ് വേണം. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനൊരു ലേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു 6-7 ബീഡ്സ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ട് നമ്മൾ ചെയ്യാറില്ലേ, ബീഡ്സുകൾ കോർത്തതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നില്ലേ, രണ്ടെണ്ണം കൂടി വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അതായത് എന്നിട്ട് ബാക്കി വരുന്ന ആ എൻഡിൽ ലാസ്റ്റ് കെട്ടിയ ശേഷം ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇവിടെ ഞാനിപ്പോൾ 7 ബീഡ്സ് വെച്ചിട്ടുണ്ട്. 7 ബീഡ്സ് നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത ശേഷം അവിടുന്ന് തന്നെയല്ല നമുക്ക് നെക്സ്റ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഭാഗത്തു നിന്നും നമ്മുടെ മുകളിലോട്ടേക്ക് 2-3 ത്രെഡിൻ്റെ ഉള്ളിലോട്ട് കോർത്തെടുത്തിട്ട് മുകളിലോട്ട് വരുന്ന ഭാഗത്തോട്ട് മുതൽ ആണ് നമുക്ക് നെക്സ്റ്റ് തുടങ്ങാൻ വേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ പിന്നെ 3 പീസുകളിലേക്കായിട്ട് നമ്മളൊന്നുകൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നൈലോൺ ത്രെഡ് തന്നെ മുകളിലോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ 2-3 പീസിൻ്റെ ഇടയിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഞാനിപ്പോൾ ചെയ്ത കാര്യം. നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ 6 ഷുഗർ ബീഡ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 6 ബീഡ്സുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റെയിൻബോ ബീഡ്സ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ 6 ഷുഗർ ബീഡ്സും ഒരു റെയിൻബോ ബീഡ്സും കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബീഡ്സ് നമ്മളിപ്പോൾ കോർത്തിരിക്കുന്ന ബീഡ്സ് അല്ലാതെ നേരത്തെ ആദ്യം ചെയ്തിരിക്കുന്ന ബീഡ്സ് ഉണ്ടല്ലോ, അത് ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ള ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു നൈലോൺ ത്രെഡ് കടത്തി വിടണം. അതായത് ഞാനിപ്പോൾ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ബീഡ് ഉണ്ടല്ലോ, ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു എൻഡ് കടത്തി വിടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ റെയിൻബോ ബീഡ്സ് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ കിട്ടും. ഈ ഒരു ഷേപ്പിലോട്ടായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് മുകൾ ഭാഗത്തോട്ട് നൈലോൺ ത്രെഡ് എത്തിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന 6 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി വിടണം. എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും കടത്തി വിടണം കേട്ടോ. നമ്മളിപ്പോൾ 6 ബീഡ്സുകളാണ് കോർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് മുകളിലോട്ട് എത്തിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 6 ബീഡ്സ് എന്ന് പറയാൻ കാരണം ഞാൻ ചെയ്തത് 6 ബീഡ്സ് എടുത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സുകളുടെ എണ്ണം കൂട്ടിയിട്ട് സൈസൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇപ്പം നമുക്ക് മുകൾ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ടേ. ഇനി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണ്ടേ, 6 ഷുഗർ ബീഡ്സും ഒരു റെയിൻബോ ബീഡ്സും എടുക്കണം. എന്നിട്ട് ആ ഒരു ഹെയർ പിന്നിൻ്റെ ഷേപ്പിലോട്ടാണല്ലോ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നോക്കിക്കൊള്ളണേ നിങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ അഗൈൻ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം
നമ്മുടെ ഒരു റെയിൻബോ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വളഞ്ഞിട്ട് വരണമല്ലോ, ഈ ഒരു ഹെയർ പിന്നിൻ്റെ ഒരു ഷേപ്പിലോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ 6 ഷുഗർ ബീഡ്സ് വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി റെയിൻബോ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു ചെയ്ത ഇതിൻ്റെ ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ജോയിൻ ചെയ്തിരിക്കുന്ന ബീഡ്സ് ഉണ്ടല്ലോ, ആ ഷുഗർ ബീഡ് ഉണ്ടല്ലോ, ആ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാര്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് എത്താൻ വേണ്ടി ഈ ഒരു 6 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നൈലോൺ ത്രെഡ് കടത്തി വിട്ടിട്ട് അഗെയിൻ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും ലെങ്ത്തിലേ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും ലെങ്ത്തിൽ ഞാനിത് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഈ ഒരു വർക്കിനെ നമ്മുടെ ലേസിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ക്ലിപ്പിൻ്റെ മുകളിലോട്ട് ആ ഒരു വർക്കൊന്നും കൂടി ഒട്ടിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ലേസിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലോട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ക്ലിപ്പിലോട്ടാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ലെങ്ത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിൽ വേണമെങ്കിൽ ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ലെങ്ത്തിൽ നിങ്ങൾ ഏകദേശം ഒരു 19 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്റർ 20 വേണ്ട വരില്ല. നോർമൽ ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ ഒരു 19 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ, സാധാരണ ഒരു നോർമൽ സൈസിൽ. അപ്പോൾ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ബ്രേസ്ലെറ്റിലേക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. നെക്സ്റ്റ് വേറൊരു വർക്കിൽ ബീഡഡ് വർക്ക് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബീഡഡ് വർക്കിൻ്റെ ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അപ്പോൾ അതായത് ഇത്രയും മാത്രമേ നമ്മുടെ വർക്ക് വരുന്നുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.